ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസി ശാന്തസുന്ദരമായി നിറപുഞ്ചിരിയോടെ ഏവരുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാലയത്തെ നയിക്കുന്നു എന്നത് ഞാനിവിടെ എടുത്തു പറയട്ടെ. ഒപ്പം അണികളായി അധ്യാപകരും അനധ്യാപകരും, കൂടെ ചേർത്ത് രക്ഷിതാക്കളും കുഞ്ഞുമക്കളും, നല്ലവരായ നാട്ടുകാരും. പ്രിയപ്പെട്ടവരെ, ഈ അണികളാണ് ഈ വിജയത്തിൻ്റെ പിന്നിൽ. അധ്യാപകർക്കും സ്നേഹമുള്ള സിസ്റ്റർ ജിൻസിക്കും രക്ഷിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഒപ്പം പ്രിയപ്പെട്ട സിസ്റ്റർ ഷെൽമയെക്കുറിച്ച് ഓർക്കുമ്പോൾ രണ്ടു വാക്ക് പറയാതെ ഈ സ്റ്റേജിൽ നിന്ന് പോകാൻ എനിക്ക് സാധിക്കില്ല. സന്യാസ പരിശീലന കാലഘട്ടത്തിലെ ആദ്യമായി സന്യാസ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരു ബാച്ചായിരുന്നു. അതിനുശേഷം തുടർ പഠനത്തിനു വേണ്ടി ഞങ്ങളുടെ സിസ്റ്റർ ഷെൽമ 2 ബാച്ച് താഴെ പഠനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങേണ്ടി വന്നു. വീണ്ടും ആ സൗഹൃദം ഞങ്ങൾ പുലർത്താറുണ്ട്. നോക്കിക്കേ നിങ്ങൾ സിസ്റ്റർ ഷെൽമയുടെ മുഖത്തേക്ക്. എന്തൊരു സന്തോഷ, എന്തൊരു സമാധാന, എന്തൊരു പ്രത്യാശ. അതാണ് സിസ്റ്റർ ഷെൽമ. പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മറ്റു കുടുംബാംഗങ്ങളെ, നിങ്ങൾ FCCക്ക് നൽകിയ സമ്മാനം അതിമനോഹരമായിരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അമ്മച്ചിക്ക് പ്രത്യേകം നന്ദി. സ്വർഗത്തിലിരിക്കുന്ന അപ്പച്ചനെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ ഷെൽമയുടെ യാത്രയയപ്പ് വേള ഇവിടെ സമഞ്ജസമായി കൊണ്ടാടുമ്പോൾ സന്തോഷത്തിൻ്റെ ഈരടികൾ പാടിക്കൊണ്ട് ഞാൻ ആശംസകൾ നേർകട്ടെ. ഭാവി ജീവിതം ഭാസുരമാകാൻ മറ്റൊരു ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ സാധിക്കാത്ത വിധം ബ്രൗൺഷ്യാളമ്മ നേരത്തെ കണ്ട് മദർ സുപ്പീരിയർ എന്നൊരു ജോലി നൽകിക്കൊണ്ട് ഈ നാട്ടിൽ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ദൗത്യവും കൊടുത്തുകൊണ്ടാണ് ഈ യാത്രയയപ്പ് വേള ഇവിടെ ഇന്ന് നടക്കുന്നത്. മറ്റത് ഞങ്ങളെല്ലാവരും റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കും, എന്താണ് പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പക്ഷേ ബ്രൗൺഷ്യാളമ്മ കാലേ കൂട്ടി പ്ലാനും പദ്ധതിയും കണ്ടെത്തി ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. നല്ല സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്ന ഇതുവരെ വിദ്യാലയത്തിലെ അധ്യാപക ഗണത്തിനോട്, വിദ്യാർത്ഥികളോട് സിസ്റ്റർ ഷെൽമ ചെയ്ത എല്ലാ സേവനങ്ങൾക്കും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. പാടാൻ അറിയില്ലെങ്കിലും 2 വരി പാടാൻ ഞാൻ ആഗ്രഹിക്കുക. സർവശക്തൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സകല പ്രയത്നവും ശുഭമായി തീരാൻ അങ്ങു തുണയ്ക്കട്ടെ. സർവശക്തൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സകല പ്രയത്നവും ശുഭമായി തീരാൻ അങ്ങു തുണയ്ക്കട്ടെ. ഷെൽമേ, ആശംസ. ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയ കുട്ടികളെ, നമ്മുടെ ഈ ഒരു 86ാമത്തെ ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പം ഈ ഒരു ആനുവൽ ഡേയുടെ കൂടെ നമ്മുടെ ഷെൽമ സിസ്റ്റിൻ്റെ റിട്ടയർമെൻറ്റ് കൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. സിസ്റ്റിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണ്. സിസ്റ്റിനെ നമ്മൾ സിസ്റ്റിൻ്റെ അടുത്ത് വർത്താനം പറയാനായാണെങ്കിലും എപ്പോൾ ചെന്ന് കഴിഞ്ഞാലും സിസ് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. അതായത് എപ്പോഴും ആളുടെ മുഖത്ത് ആ ഒരു ചിരിയും എപ്പോഴും ഭയങ്കര എനർജിയാണ്. ഇപ്പം എന്തൊരു കാര്യം സിസ്റ്റിനെ ഏൽപ്പിച്ചാലും പിന്നെ ആ ഭാഗത്തേക്ക് നമുക്ക് നോക്കണ്ട, കാരണം അത് പൂർണ്ണമായിട്ട് വിജയിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു അവസരത്തിൽ സിസ്റ്റിനെ തുടർന്നുള്ള സന്യാസ ജീവിതത്തിലും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും അക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ആനിവേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തൂമഞ്ഞു പോലുള്ള മുഖവും തെളിനീര് പോലുള്ള ചിരിയും തേൻ പൊഴിയും വാക്കുകളും ഈശ്വര ചൈതന്യം തുളുമ്പും ഹൃദയവുമായി ഒരമ്മതൻ വാത്സല്യ കരുതലും അറിഞ്ഞു ഞാൻ. ക്രിസ്തുദാസിയാ എൻ പ്രിയ ഗുരുവിൽ ഞങ്ങളിൽ നിറയുമ അമ്മതൻ കാരുണ്യ സ്പർശവും മൃദുത്വവും ദൈവീക
ഒപ്പമേകുന്നു അനശ്വരമാ അറിവിൻ ജ്യോതിസ്സും. കൈമുതലാക്കുന്നു ഞങ്ങൾ ജീവിത വിജയമന്ത്രങ്ങളും. മറക്കില്ലൊരിക്കലും ഞങ്ങളിൽ നിറയുമീ വാത്സല്യ ഗോപുരത്തെ. ഈ അറിവിൻ കെടാവിളക്കിനെ മറക്കില്ലൊരിക്കലും ഞങ്ങളിൽ നിറയുമീ വാത്സല്യ ഗോപുരത്തെ. ഈ അറിവിൻ കെടാവിളക്കിനെ എന്നിലെ എന്നെ അറിയാൻ എന്നെ ഞാനാക്കിയ എൻ പ്രിയ ഗുരുവേ, ഒരായിരം വന്ദനം നേരുന്നു. എന്നിലെ എന്നെ അറിയാൻ എന്നെ ഞാനാക്കിയ എൻ പ്രിയ ഗുരുവേ, ഒരായിരം വന്ദനം നേരുന്നു. ഒരായിരം വന്ദനം നേരുന്നു. ഒരായിരം വന്ദനം നേരുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ഏറെ സന്തോഷമുണ്ട് ഇന്ന് ഈ ഒരു സദസ്സിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനായിട്ട്. സെൻറ്റ് ജമാസ് സ്കൂളിൻ്റെ 86ാമത് ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ ഈ അവസരത്തിൽ സ്കൂളിന് എല്ലാവിധ ആശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേർന്നുകൊള്ളുകയാണ്. സാവ്യ ഹോമിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് ജമാസ് സ്കൂളുമായിട്ട് അഭേദ്യമായ ബന്ധത്തിലാണ് നടന്നു പോകുന്നത്. പ്രത്യേകിച്ചും സാവ്യ ഹോമിലെ കുഞ്ഞുമക്കൾ പകുതിയോളം പേരെ വിദ്യാഭ്യസിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തിലാണ്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ജിൻസിയോടും മറ്റധ്യാപകരോടും മറ്റെല്ലാവരോടും ഏറെ സ്നേഹത്തോടുകൂടെ നന്ദിയും കൃതജ്ഞതയും ഏറെ സ്നേഹത്തോടുകൂടെ അറിയിച്ചു കൊള്ളുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷൽമ റോസിനെ ഒരു വാക്ക് ആശംസ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിനു മുൻപ് സേവനം ചെയ്തിരുന്നത് തൃശ്ശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഡയറക്ടറായിട്ടാണ്. ആ കാലഘട്ടത്തിൽ ചിൽഡ്രൻസ് മിനിസ്ട്രിയിലെ ബെസ്റ്റ് ആനിമേറ്ററായിട്ട് ഒരവസരത്തിൽ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷൽമ റോസിനെയാണ്. അതിരൂപതയിലെ 100-200ഓളം ഇടവകകളിൽ നിന്നും ഏറ്റവും മികച്ച ആനിമേറ്ററായിട്ട് ചിൽഡ്രൻസ് മിനിസ്ട്രി അന്ന് ആ അവസരത്തിൽ തിരഞ്ഞെടുത്തത് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷൽമയാണ്. അന്നു മുതൽ എനിക്ക് സിസ്റ്ററെ നല്ല പരിചയമുണ്ട്. കുഞ്ഞുമക്കളോടൊക്കെ ഏറെ സ്നേഹത്തോടും കരുതലോടും കൂടെ അവരുടെ വളർച്ചയ്ക്കും ഉന്നതിക്കും ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് വളരെ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിക്കുന്ന സിസ്റ്ററുടെ പ്രവർത്തനങ്ങൾ അന്ന് ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടുള്ളതാണ്. ഈ അവസരത്തിൽ സിസ്റ്റർക്ക് റിട്ടയർമെൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഏറെ സ്നേഹത്തോടു കൂടെ നേർന്നുകൊള്ളുന്നു. ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആശംസകൾ കേട്ട് മനസ്സ് ബോറടിച്ചോന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ കുറച്ച് വാക്കുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകുമെന്ന് വിചാരിക്കട്ടെ. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ മദർ സിസ്റ്റർ ഫോൺസി മരിയ, ഞങ്ങളുടെ പ്രധാന അധ്യാപിക സിസ്റ്റർ ജിൻസി തെരേസ്, മദർ സിസ്റ്റർ, ബഹുമാനപ്പെട്ട വൈദികരെ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സെൻറ്റ് ജമാസിൻ്റെ വിജയഗീതം മാത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പാടാനുള്ളത്.
വിജയചരിത്രം മാത്രം കുറിച്ചുകൊണ്ട് അജയ്യമായി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയ ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. ഒരുപാട് പേര് എനിക്ക് മുമ്പേ പറഞ്ഞു, സെൻറ് ജമ്മാസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു സക്സസ്. വിജയത്തിൻ്റെ വെന്നിക്കൊടി മാത്രം പാറിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ യവനികയിലൂടെ തിക്കും തിരക്കുമില്ലാതെ ഒരേ മുന്നേറ്റമാണ്, ഒരു പടക്കുതിരയെ പോലെ. അതിനെ തോൽപ്പിക്കുവാനോ അതിനെ എതിരിടുവാനോ മറ്റാരും ഇല്ല എന്നുള്ളത് നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിയോടെ സ്മരിക്കട്ടെ. ഈ വിദ്യാലയത്തിനൊരു കുടക്കീഴിൽ ഒരുമിച്ച് നിർത്തുവാനും അധ്യാപകരെയും അനധ്യാപകരെയും ഒരുപോലെ സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ ചേർത്ത് നിർത്തുവാനും ഞങ്ങളുടെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ ജിൻസി ഞങ്ങൾക്ക് നേരെ നീട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയട്ടെ. ഈ FCC കോൺഗ്രിഗേഷൻ്റെയും ഈ നേട്ടങ്ങളുടെയും ഭാഗമാകാൻ ഈ അവസരത്തിൽ ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രിയ ഷെൽമ സിസ്റ്റർ നമ്മളിൽ നിന്നും വിരമിക്കുകയാണ്. യാത്രയയപ്പ്, വിരഹം, വിരമിക്കൽ ഇതെല്ലാം നമുക്ക് വേദന തരുന്ന പദങ്ങളാണ്. എങ്കിലും സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു വിരമിക്കൽ മാത്രമല്ല, ഒരു അധ്യായം അവസാനിക്കുമ്പോൾ ഒരു ചടുലമാർന്ന തുടക്കം കൂടി അവിടെ ആരംഭിക്കുകയാണ്. ഞാൻ സിസ്റ്ററോട് സംസാരിച്ചു, സിസ്റ്റർ എനിക്ക് ആനിവേഴ്സറിക്ക് സിസ്റ്ററെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയേണ്ടതിൻ്റെ ആവശ്യകത വന്നിട്ടുണ്ട്. സിസ്റ്റർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാടൊന്നും പറയരുത് ടീച്ചർ, വളരെ കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി. അന്നാണ് സിസ്റ്ററെ കുറിച്ച് കൂടുതൽ അറിയാൻ എനിക്ക് സാധിച്ചത്. കഴിഞ്ഞ 3 വർഷങ്ങളായി എൻ്റെ സഹപ്രവർത്തകയായിരുന്നെങ്കിലും വളരെ സ്നേഹത്തോടെ നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സ്നേഹിക്കുന്നൊരു ഹൃദയം സിസ്റ്ററുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ കാലഘട്ടമായിരുന്നു അത്. സിസ്റ്റർ അന്ന് ചില ജീവിതാനുഭവങ്ങൾ ഞാനുമായിട്ട് പങ്കുവച്ചു. വേലൂപ്പാടും പരിശുദ്ധ അമ്മയുടെ അസംഷൻ ചർച്ചിൽ നിത്യവും വിശുദ്ധ കുർബാനയ്ക്ക് സിസ്റ്റർ പോയിരുന്നു. അന്ന് സിസ്റ്റർ എന്നോട് പറയുകയാണ്, ഒരു ദിവസം പോലും എനിക്ക് കുർബാന മുടക്കാൻ സാധിച്ചില്ല ടീച്ചർ. ഞാൻ രാവിലെ പുലർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ കുർബാനയ്ക്ക് പോകണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടെയും ഒറ്റ ധൈര്യത്തോടു കൂടിയുമാണ് മുന്നേറിയിരുന്നത്. അന്നേ ദിവസം സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബാലികയായിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാന മുടക്കാതെ പരിശുദ്ധ അമ്മയുടെ പള്ളിയിൽ പോയി നിരന്തരം കുർബാന സ്വീകരിച്ചിരുന്നൊരു വ്യക്തിത്വം കൂടിയായിരുന്നു സിസ്റ്ററുടേത്. ആ വിദ്യാലയത്തിൽ ആ ദേവാലയ അങ്കണത്തിൽ അന്നുണ്ടായിരുന്ന സെൻറ് മാർത്ത സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അന്ന് ആ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കുർബാനയ്ക്ക് പോകുമ്പോൾ എൻ്റെ പുറകിലിരുന്ന് ഒരു അമ്മയായ ഒരു സന്യാസി സിസ്റ്റർ നിരന്തരം ദൈവവുമായിട്ട് ഗാഢബന്ധം പുലർത്തി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത് ഞാൻ എന്നും ശ്രദ്ധിക്കുമായിരുന്നു. ഒരുപക്ഷെ ആ സിസ്റ്ററുടെ ദൈവത്തോടുള്ള അടുപ്പമായിരിക്കാം സന്യാസ ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ എന്നെ പ്രചോദിപ്പിച്ചത്. എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യമായിരുന്നു. സിസ്റ്റർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഭാവിയുടെ വഴിത്തിരിവിൽ എന്തായി തീരണമെന്ന് പല തീരുമാനങ്ങൾ എടുക്കുന്ന വേളയിൽ ഞാൻ ഉറപ്പായും ദൈവത്തിനു വേണ്ടി സന്യാസ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് ഉറച്ച കാൽവെപ്പോടെ തീരുമാനത്തിലെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു സിസ്റ്റർ ഷെൽമയുടേത്. താൻ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, ദൈവം തന്നെ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ള ഒരു വലിയ സത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ആശ്രമ ജീവിതം നയിച്ച ഒരു പുണ്യ മനസ്സാണ്. നമ്മളിപ്പോൾ ഇവിടെ കേട്ടു, തെളിഞ്ഞ മുഖമാണ്, എന്തൊരു സമാധാനമാണ്, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സന്തോഷമാണ് ആ മുഖത്ത്. സിസ്റ്ററുടെ കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എടുത്തു പറയാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. സർവ്വ തിരക്കുകൾക്കിടയിലും ഔദ്യോഗിക ജീവിതത്തിൽ വളരെ ചിട്ടയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു അധ്യാപിക കൂടിയായിരുന്നു സിസ്റ്റർ. സിസ്റ്റർ പാഠഭാഗങ്ങൾ എടുക്കുവാനും പരീക്ഷകൾ നടത്തുവാനും കൃത്യമായി മൂല്യനിർണ്ണയം നടത്തി ആൻസർ ഷീറ്റുകൾ കുട്ടികളിലേക്ക് കൊടുക്കുവാനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, അക്കാദമിക് കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും സിസ്റ്റർ ചെയ്തിരുന്നില്ല. സിസ്റ്റർ ക്ലാസ്സിൽ നിന്ന് കുട്ടികളിലൂടെ ഉയർന്നു കേൾക്കുന്ന 2 വചനങ്ങളുണ്ട്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകുന്നു. ഈ 2 വചനങ്ങളുടെ അകമ്പടി ഇല്ലാതെ ഒരിക്കലും സിസ്റ്റർ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം കുട്ടികളെ സ്നേഹിച്ച്, മാത്രമല്ല നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലേക്കും കുട്ടികളുടെ മാതാപിതാക്കളുടെ ഇടയിലേക്കും ഇറങ്ങിച്ചെന്ന് വ്യക്തിപരമായി അവരെ അറിയാനും മനസ്സിലാക്കാനും
സിസ്റ്റർ ഒരുപാട് സമയം മാറ്റി വെച്ചിരുന്നു. ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എത്ര ഗൗരവമുള്ള പ്രശ്നങ്ങൾ പോലും വളരെ തമാശ രൂപേണ, ഫലിത രൂപേണ അവതരിപ്പിച്ച് ഒരു പൊട്ടിച്ചിരിയിലാണ് എല്ലാം അവസാനിപ്പിക്കുക. സിസ്റ്റർ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ സ്റ്റാഫ് അംഗങ്ങളുടെ ഇടയിൽ വളരെ സരസമായി അവതരിപ്പിച്ച് വളരെ ലളിതമായി പൊട്ടിച്ചിരിച്ചിട്ടാണ് സിസ്റ്റർ അതൊക്കെ അവസാനിപ്പിക്കാറ്. ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തൊക്കെ തന്നെയായാലും നല്ല തമ്പുരാൻ സിസ്റ്ററുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ സിസ്റ്റർക്ക് ആവശ്യമായിട്ടുള്ള സമാധാനവും സന്തോഷവും ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ സിസ്റ്ററുടെ വിദ്യാഭ്യാസ മണ്ഡലം വെറും വിദ്യാഭ്യാസ മണ്ഡലം മാത്രമായിരുന്നില്ല, കുട്ടികൾക്ക് പകർന്നു കൊടുത്ത ജീവിത മണ്ഡലം കൂടിയായിരുന്നു. അതെപ്പോഴും ഓരോ കുട്ടികളുടെ ഇടയിലും, ഓരോ കുഞ്ഞു മനസ്സുകളുടെ ഇടയിലും പതിയപ്പെട്ട കാര്യമാണ്. ഒരിക്കൽ കലോത്സവത്തിന് പോയപ്പോൾ, ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഞാൻ കലോത്സവത്തിന് സിസ്റ്ററെ കൂടെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ സിസ്റ്ററും ഞാനും കൂടി നല്ല പൊരിവെയിലത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം വിളമ്പുന്ന ഒരു സ്റ്റാള് കുറച്ച് ദൂരം മാറിയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് വെസ്റ്റ് ഉപജില്ലയുടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പാരൻസും കുട്ടികളും ഷെൽമ സിസ്റ്ററേ എന്ന് പറഞ്ഞ് എന്താ പറയുക, സിസ്റ്റർ ചുറ്റും വളയുകയാണ്. ഇത് ഞാനൊരു അതിശയോക്തിയായി പറയുന്നതല്ല, നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു അധ്യാപന സമ്പത്ത് കൂടിയാണ് സിസ്റ്റർ. സിസ്റ്റർക്ക് അവരോട് സംസാരിക്കാൻ ഒരുപാടുണ്ട്, അവർക്ക് തിരിച്ചും സിസ്റ്ററായിട്ട് കൺവേ ചെയ്യാൻ കുറേ മെസ്സേജസ് ഉണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ തികച്ചും അനുകരിക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായ ഒരു സന്യാസ ജീവിതം ദൈവം സിസ്റ്റർക്ക് ശേഷിക്കുന്ന ജീവിതത്തിൽ. സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററുടെ ഈ ചുറുചുറുക്ക് കാണുമ്പോൾ പ്രൊവിൻഷ്യാളമ്മ ഇനി മറ്റു വലിയ നേതൃത്വങ്ങളൊക്കെ സിസ്റ്റർ ഏൽപ്പിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞ് കളിയാക്കാറുണ്ട്. സിസ്റ്റർ പറഞ്ഞു, അധികാരികൾ എന്ത് ഏൽപ്പിച്ചാലും ഞാനത് മനസ്സാ വചിക്കും. ഒപ്പം അതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥനയും ധ്യാനവും സാമൂഹ്യ സേവനവും കുറച്ചുകൂടി ഊഷ്മളമായി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഞാൻ ശ്രമിക്കും ടീച്ചറെ എന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ഇതെല്ലാം ഒത്തുചേർന്ന് ഇനിയും ഭാവി ജീവിതം മംഗളമാക്കാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ കീഴിൽ സ്നേഹത്തോടെ, എളിമയോടെ, ലാളിത്യത്തോടെ ആ പുഞ്ചിരി ചുണ്ടിൽ നിന്നും മായാതെ വീണ്ടും വീണ്ടും ഉണർന്ന് പ്രശോഭിക്കാൻ സർവേശ്വരൻ നല്ല തമ്പുരാൻ സിസ്റ്ററെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അധ്യാപകർ, എൻ്റെ സഹപാഠികൾ, കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തികളെ, ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്, ഏറെ സന്തോഷമുണ്ട്. അരിമ്പൂരിൻ്റെ മണ്ണിൽ വിജ്ഞാന വെളിച്ചം പകർന്നുകൊണ്ട് നമ്മുടെ വിദ്യാലയം വർഷങ്ങളായി സൂര്യ തേജസ്സോടെ പ്രഭചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എത്രയെത്ര തലമുറകൾ ഇവിടെ നിന്നും അക്ഷരവെളിച്ചം സ്വീകരിച്ചുകൊണ്ട്
സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടാകും. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഞങ്ങളുടെ പൂർവികർക്ക് ഈ സ്കൂളിനെ, ഇവിടുത്തെ അധ്യാപകരെ ഒരിക്കലും മറക്കാൻ കഴിയില്ല, ഓർക്കാതിരിക്കാൻ കഴിയില്ല. അവരുടെയൊക്കെ ഓർമ്മകളിൽ സുവർണ ലിപികളിൽ എഴുതിയ ഒരു പേര് തന്നെയായിരിക്കും സെൻറ് ജമാസ് CUP സ്കൂൾ. ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ ആനുവൽ ഡേ ആഘോഷിക്കുമ്പോൾ അതൊരു ഉത്സവമാക്കാൻ അണിയറയിൽ അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അക്കാദമിക രംഗങ്ങളിലും കലാകായിക മേളകളിലും പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളകളിലും തൃശ്ശൂർ വെസ്റ്റ് ഉപജില്ലയിൽ ഒന്നാമതെത്തി അവിസ്മരണീയമായ വിജയം നേടി എന്നതിൽ ചാരുതാർത്ഥ്യമുണ്ട്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വലുതും ചെറുതുമായ വിജയങ്ങൾക്ക് പിന്നിൽ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസിൻ്റെയും അധ്യാപകരുടെയും അധ്വാനമുണ്ട്, നിരന്തരമായ പരിശീലനമുണ്ട്. ഞങ്ങളുടെ ഓരോ നേട്ടങ്ങളും അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ സ്റ്റേജിലിരിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു ട്രോഫികൾ. ഞങ്ങളുടെ വിദ്യാലയത്തിന് ഇനിയും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒരു നറുപുഞ്ചിരിയോടെ കടന്നു വരികയും കുട്ടികളുടെ ഹൃദയങ്ങളിൽ അറിവായും സ്നേഹസ്വരമായും നിറഞ്ഞ് ഞങ്ങളുടെ നേട്ടങ്ങളിൽ കൂട്ടായും താങ്ങായും നിന്ന് മൂല്യബോധത്തോടെ വളർന്ന് ചിട്ടയുള്ളൊരു ജീവിതം പരിശീലിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന് ഈ വർഷം വിരമിക്കുന്ന എത്രയും പ്രിയപ്പെട്ട ശൽമ സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യവും നേരുന്നു. ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വാർഷികാഘോഷത്തിൻ്റെ ആശംസകൾ ഹൃദ്യമായി നേരുന്നു. നന്ദി. ആദരണീയനായ അധ്യക്ഷൻ, ഹെഡ് മിസ്റ്റേഴ്സ്, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ വാർഷികാഘോഷവേളയിൽ ഒരുമിച്ച് കൂടാനും നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വേദി നമുക്ക് ആനന്ദിക്കാനുള്ളതാണ്. ഈ വിദ്യാലയം വിജയകരമായ ഒരു അധ്യയന വർഷം കൂടി പൂർത്തിയാവുകയാണ്. അറിവിൻ്റെ വെളിച്ചം നൽകി ഞങ്ങളെ ജീവിതത്തിനായി ഒരുക്കുന്ന ഈ വിദ്യാലയത്തിനും എൻ്റെ ആശംസകൾ. കഴിഞ്ഞ വർഷം നമ്മൾ നേടിയ വിജയങ്ങളെയും മറികടന്ന വെല്ലുവിളികളെയും ഓർത്തെടുക്കുവാനുള്ള ഒരവസരമാണിത്. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണ്. ഈ വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ഞാൻ ഈ അവസരത്തിൽ ആദരവോടെ സ്മരിക്കുന്നു. അധ്യാപകർ പകർന്നു തന്ന അറിവും പിന്തുണയുമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കുട്ടികളുടെ വളർച്ചയ്ക്കായി എന്നും കൂടി നിൽക്കുന്ന മാതാപിതാക്കളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് ഞങ്ങളുടെ സ്നേഹമുള്ള സെൽമ സിസ്റ്റർ റിട്ടയർമെൻ്റ് ആണിന്ന്. കഥകൾ പറഞ്ഞു തന്നു, പാട്ടുകൾ പാടിത്തന്നു, ഞങ്ങളെ സ്നേഹത്തോടെ ഞങ്ങളെ പഠിപ്പിച്ച സിസ്റ്ററിന് ഒരുപാട് നന്ദി. സിസ്റ്ററിൻ്റെ ഇനിയുള്ള ജീവിതം ശുഭമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവതരിപ്പിക്കുന്ന എല്ലാ കലാപരിപാടികളും വിജയകരമാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൺപത്താറാം വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും നടക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിമനോഹരമായിരിക്കുകയാണ് ഈ അങ്കണം. ഞാൻ ഇങ്ങനെ മറുപടി പ്രസംഗം പറയണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് നീ നോക്കി വായിച്ചാൽ മതി, കാരണം ചിലപ്പോൾ കുറേ നീണ്ടുപോകും പ്രസംഗം, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഇവിടെ എഴുതിയ പോലെയാണ് വായിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കും. അപ്പോൾ ഈ ഒരു വാർഷികാഘോഷവും യാത്രാ സമ്മേളനവും
ഇതിൻ്റെ അധ്യക്ഷയായിരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൂൺഷ്യാളമ്മ സിസ്റ്റർ ഫോൺസി മരിയ, ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഗുരുഭൂതരെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, എൻ്റെ കുടുംബാംഗങ്ങളെ, 1995 ഒരു അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ച നാളിൽ ആ സമയത്ത് തന്നെ കുറിക്കപ്പെട്ടതാണ് 2026 റിട്ടയർ ചെയ്യണമെന്നത്. ഇത് യാദർച്ഛികമായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല. കാലേ കൂട്ടി ചിന്തിച്ച് ഉറപ്പിച്ച ഒരു സമയം തന്നെയാണ്. കഴിഞ്ഞ 30 വർഷക്കാലം ഇന്ന് പിന്നിടുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ ഓർമ്മകളും ഒരുപാട് സംഭവങ്ങളും എൻ്റെ മനോമുഖരത്തിൽ തെളിയുന്നുണ്ട്. അവരെ ഓർമ്മിക്കാതെ പോയാൽ അതൊരു നന്ദികേടാകും എന്ന് എനിക്കറിയാം. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാനുള്ളത് എൻ്റെ ദൈവത്തോടാണ്. നിനക്ക് എൻ്റെ കൃപ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും എന്നെ ഓർമ്മപ്പെടുത്തി, എന്നെ ശക്തിപ്പെടുത്തി, കരുതലും സ്നേഹവും വാത്സല്യവും നൽകി എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ നല്ല ദൈവം, ആ ദൈവത്തിൻ്റെ കരം എൻ്റെ നേർക്കില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം എനിക്കിവിടെ ആയിരിക്കാൻ സാധിക്കുകയില്ലായിരുന്നു. ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ, ശരിക്കും പറയാൻ വെച്ചാൽ ഞങ്ങളുടെ ഇടവകയിൽ സിസ്റ്റേഴ്സ് ആരുമില്ല. എനിക്ക് കോൺവെൻറ്റിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ പഠിച്ചത് പള്ളി സ്കൂളിലാണ്, മിക്സഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എങ്കിലും 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പള്ളിയിലെ പല സിസ്റ്റേഴ്സും മിഷനൊക്കെ പ്രവർത്തിക്കാനും മറ്റ് കോൺവെൻറ്റുകളിലൊക്കെ പോയിട്ടുണ്ട്. ഒരിക്കലൊരു മിഷനിൽ വന്ന സിസ്റ്റർ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇന്നും അത് നിലനിൽക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് ഇന്ന് എന്നെ ഒരു സന്യാസിയാക്കി തീർത്തത്. അന്നു മുതലേ എൻ്റെ ആഗ്രഹം ഇത്ര മാത്രമായിരുന്നു, ഒരു സിസ്റ്ററാകണം. പക്ഷെ ഒരു അധ്യാപികയാകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എൻ്റെ വിചാരത്തിൽ സന്യാസ സമൂഹത്തിൽ അല്ലെങ്കിൽ സിസ്റ്ററായാൽ പ്രാർത്ഥന മാത്രമാണ് ഉള്ളൂ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സിസ്റ്ററായിട്ട് മഠത്തിൽ ആയിരിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷേ മഠത്തിൽ വന്നതിന് ശേഷം ആണ് പിന്നീട് എൻ്റെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഞാൻ കടന്നു വന്നത്. അപ്പോൾ എൻ്റെ ദൈവത്തോട് ഞാൻ എന്നും നന്ദി പറഞ്ഞാൽ മതിയാകാത്ത അത്ര അനുഗ്രഹമാണ് ദൈവം എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ എൻ്റെ 2-3 മർത്തയിലെ സിസ്റ്റേഴ്സ് ഇവിടെ മുന്നിൽ വന്നിരുന്നു. അപ്പം നമ്മുടെ സോളിച്ചൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, ആ സിസ്റ്റേഴ്സുമായിട്ട് എന്താണ് ബന്ധം എന്നോട് ചോദിച്ചു. ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു, അതൊരു രഹസ്യമാണ്, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാൻ സാധ്യതയില്ല. കാരണം ഞാൻ 1985 SSLC പാസ്സായപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് ചോദിച്ചു. അന്ന് എൻ്റെ അപ്പന് വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അപ്പോൾ ചേട്ടൻ അന്ന് രാത്രി ചോദിച്ചു, നീ ഇനി എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ മഠത്തിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു, നീ മഠത്തിൽ പോയിക്കോ, കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു വരുന്ന കാര്യം നീ ചിന്തിക്കരുത്. അത് ഇന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ SSLC പാസ്സായി കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേരണമല്ലോ. പക്ഷേ ഒറ്റ കോൺവെൻറ്റും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നീഡിൽ വർക്കിനായിട്ട് ടൈപ്പ് പഠിക്കാനായിട്ട് മർത്തയിൽ മണ്ണമ്പെട്ടയുള്ള ഒരു സിസ്റ്റേഴ്സിൻ്റെ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ചേച്ചി അവരോട് പറയുകയാണ്, ഇങ്ങനെ അവൾക്ക് സിസ്റ്റർ ആകണം എന്ന് ആഗ്രഹമുണ്ട്.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ മർത്ത സിസ്റ്റേഴ്സിൻ്റെ അവിടേക്ക് ക്യാമ്പിന് പോവുകയും 1 വർഷം ഞാൻ അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ട് ഞാൻ എന്നിട്ട് ഇപ്പോൾ ക്ലാരമഠത്തിൽ നിൽക്കുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആ 1 വർഷക്കാലം 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായി. ആ തലവേദന വന്നിട്ട് ഇവർ കുറേ ചികിത്സിച്ചു. 1 വർഷം കഴിഞ്ഞ് ഒരു 6 മാസത്തോളം ആ സിസ്റ്റേഴ്സ് എന്നെ ചികിത്സിച്ചു. പക്ഷേ എനിക്ക് ഒരു രക്ഷയുമില്ല. ഭയങ്കര തലവേദനയാണ്. രാത്രിയായ അവരെല്ലാവരും ഉറക്കൊളിച്ചിരിക്കുന്ന ഒരു ഗതികേടൊക്കെ വരാറുണ്ട്. എങ്കിൽ ആ സിസ്റ്റേഴ്സ് ഇവിടെ ആയിരുന്ന ഈ 3 സിസ്റ്റർമാരും രാത്രിയിൽ ഉറക്കൊഴിച്ച് എന്നെ ശുശ്രൂഷിച്ചവരാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ചേട്ടനെയൊക്കെ വിളിച്ച് ലാസ്റ്റ് ഇവരെ എന്നെ ചികിത്സിക്കാനായി വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ആ 1 വർഷക്കാലം വീട്ടിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ ചികിത്സിച്ച് അപ്പോഴാണ് മനസ്സിലാകുന്നത് തലയിൽ കഫം കെട്ടിയിട്ടാണ്. അങ്ങനെ മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് അതൊക്കെ മാറ്റി. അപ്പോൾ ചേട്ടനും ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു ഞാൻ ഇനി മഠത്തിലേക്ക് പോകില്ല എന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് എൻ്റെ ചികിത്സയൊക്കെ കഴിഞ്ഞ് പരിപൂർണ സൗഖ്യം ലഭിച്ചാൽ മർത്തയിലെ സിസ്റ്റേഴ്സ് എന്നെ വീണ്ടും എടുക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും അവരോട് ഞാൻ ഉൾച്ചേർന്ന ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. പക്ഷേ അവർ ചേട്ടനോട് രഹസ്യമായി പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു, ഇനി എടുക്കാൻ സാധ്യമല്ല എന്നോ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഇനി ഏത് മഠത്തിലേക്ക് ചേരണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ മരത്താക്കരയിലെ ഒരു വീട്ടിൽ ഡ്രൈവറായിരുന്നു. അപ്പോൾ ചേട്ടൻ അവരോട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പെങ്ങൾക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരാണ് പറഞ്ഞത് മരത്താക്കരയിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാം. അങ്ങനെയാണ് ഞാൻ ഈ FCC സമൂഹത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പം 1987 കമ്മൻസിയിൽ പങ്കെടുക്കുകയും ആ വർഷം തന്നെ ഞങ്ങൾ 30 പേർ സന്യാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവേശിച്ചു. ഒരു അമ്മയുടെ വാത്സല്യത്തോടെ എന്നെ സ്വീകരിച്ച് പരിശീലനം നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ബാൽവീന, ബഹുമാനപ്പെട്ട സിസ്റ്റർ വിക്ടോറിന, ബഹുമാനപ്പെട്ട സിസ്റ്റർ കന്യൂട്ട്, ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരി സിസി, ഏറെ സ്നേഹാദരവോടെ ഞാൻ അവരെ അനുസ്മരിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ 1987 ഞാൻ ഈ ഫ്രാൻസിസ്കൻ സമൂഹത്തിലേക്ക് വരുമ്പോൾ എന്നെ സ്വീകരിച്ച പ്രോൻഷ്യാളമ്മ ഫെൽസിറ്റമ്മയായിരുന്നു. ആ അമ്മയുടെ ഒരു കരുതലും സ്നേഹവും ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷമാണ് അലക്സമ്മ, പിന്നെ ബഹുമാനപ്പെട്ട വിർജീനിയമ്മ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രോൻഷ്യാളമ്മമാരെയും ഞാൻ ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫെൽസിറ്റമ്മയുടെയും ബഹുമാനപ്പെട്ട അലക്സമ്മയുടെയും ബഹുമാനപ്പെട്ട വിർജീനിയമ്മയുടെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ഫിൽബിയമ്മ, ബഹുമാനപ്പെട്ട അനിതമ്മ, ബഹുമാനപ്പെട്ട സ്റ്റാർലറ്റ് അമ്മ, ബഹുമാനപ്പെട്ട ലിറ്റിൽ മേരിയമ്മ, ഇപ്പോൾ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട പോൺസി സിസ്റ്റർ, അവരത്രയും സ്നേഹത്തോടെയാണ് എന്നെ ഫ്രാൻസിസ്കൻ സമൂഹത്തിലേക്ക് സ്വീകരിച്ച് സ്വന്തമാക്കിയത്. അതിന് ഞാൻ പ്രത്യേക നന്ദി പറയുന്നു. ഒപ്പം ആധ്യാത്മികമായി എന്നെ വളർച്ചയിൽ സഹായകമായി തീർന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ശൈശവകാലം മുതൽ എൻ്റെ വ്യക്തിത്വ വളർച്ചയെ പരിപുഷ്ടമാക്കാൻ സഹായകമായി തീർന്ന എല്ലാ ഗുരുഭൂതരെയും ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഒത്തിരിയേറെ സ്നേഹത്തോടെ എന്നെ ഫ്രാൻസിസ്കൻ സഭയിൽ സ്വീകരിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും ഞാൻ നന്ദിയോടെ ഈ നിമിഷം ഓർക്കുകയാണ്. എന്നിലെ അധ്യാപികയെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ TTC പഠനത്തിനായി അയക്കുകയും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നത്. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ പ്രീ ഡിഗ്രിക്കായി വിട്ടു. അതിനുശേഷം ഉടുപ്പിട്ടതിന് ശേഷമാണ് TTCക്കായി എന്നെ അയക്കുന്നത്. 2 വർഷത്തെ TTC പഠനത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് 1995 പെരിങ്ങോട്ടുകര UP സ്കൂളിലേക്കാണ് ആദ്യമായി ഞാൻ അധ്യാപികയായത്. 2ാം പ്രാവശ്യമാണ് ഞാൻ ഈ 1997 സെൻറ്റ് ജമാസ് UP സ്കൂളിലേക്ക് അധ്യാപികയായി വന്നത്. അന്നൊക്കെ ഞാൻ ജൂനിയർ ആയിരുന്നു. അന്നത്തെ ആ പഠിപ്പിച്ച കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അനുഗ്രഹം കൂടി എനിക്ക് ലഭിച്ചു എന്നതുള്ളത് ഒരു സന്തോഷമാണ്. ഞാൻ സേവനമനുഷ്ഠിച്ച വിദ്യാലയത്തിലെ ഹെഡ് മിസ്സസ്മാർ
എൻ്റെ സഹപ്രവർത്തകർ, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, PTA, MPTA, രക്ഷകർത്താക്കൾ, അനേകം വിദ്യാർത്ഥികൾ എല്ലാവരെയും ഞാൻ ഏറെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഞാനായിരുന്ന കോൺവെൻറ്റിലെ സുപ്പീരിയേഴ്സ് അവർ എന്നോട് അത്രയും വാത്സല്യത്തോടെയാണ് എന്നെ സമീപിച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എല്ലാ മദർമാരും വളരെ സ്നേഹത്തോടെ, അതുപോലെ തന്നെ എൻ്റെ എല്ലാ മിസ്ട്രസ്മാരും വളരെ സ്നേഹത്തോടെ മാത്രമാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അവർക്കൊരു പ്രോത്സാഹനവും താങ്ങുമായിട്ടാണ് അവർ നിലനിന്നിട്ടുള്ളത്. ഒരു പ്രശ്നമെന്ന് എൻ്റെ മനസ്സിൽ ഉദിക്കുന്നില്ല ഒന്നിനെക്കുറിച്ചും. അതുപോലെ തന്നെ ഞാനായിരുന്ന എല്ലാ ഭവനത്തിലെ സഹോദരിമാരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്ത സിസ്റ്റേഴ്സാണ്. ഈ വേളയിൽ അവരെയും നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന വിമലമാത കോൺവെൻറ്റിലെ എല്ലാ സഹോദരിമാരോടും, അവർ ഈ ദിവസങ്ങളിലൊക്കെ ഉറക്കൊളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ മദറിൻ്റെ ഈ റിട്ടയർമെൻറ്റ് വളരെ ഭംഗിയാക്കണമെന്നുള്ള ചിന്തയോടുകൂടി, പലർക്കും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതെല്ലാം അവർ മാറ്റിവെച്ചുകൊണ്ട് ഇത് മനോഹരമാക്കാനായിട്ട് കഠിന പരിശ്രമം നടത്തിയ എൻ്റെ എല്ലാ സഹോദരിമാർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ സെൻറ്റ് ജമ്മാസ് ഭവനത്തിലെ ബഹുമാനപ്പെട്ട മദർ സിസ്റ്റർ ടീന മരിയയോടും ഇവിടുത്തെ ഭവനാംഗങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഞാൻ 2 വർഷം മുൻപ് ഈ ഭവനത്തിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് മാറി ആ വിമലമാതാ മഠത്തിലേക്ക് പോയത്. അതുകൊണ്ട് 2 മഠവും എനിക്ക് സ്വന്തം എന്ന പോലെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാ 2 മഠത്തിലെയും എല്ലാ സഹോദരിമാരോടും ഹൃദയപൂർവമായ നന്ദി അർപ്പിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ സാരഥിയായ ഹെഡ് മിസ്സസ്സായ സിസ്റ്റർ ജിൻസിയോടാണ്. ജിൻസിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാനും ജിൻസി പെരിഞ്ചേരിയിലെ അച്ഛമായിരിക്കുമ്പോൾ ഞാൻ അവിടെ മദറായിരുന്നു. പിന്നീട് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ജിൻസിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ മനസ്സിന് ശാന്തതയും സന്തോഷവുമാണ്. ഈ റിട്ടയർമെൻറ്റിൻ്റെ പരിപാടിയെക്കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒരു അസ്വസ്ഥതയും ഉണ്ടായിട്ടില്ല. കാരണം സിസ്റ്റർ ജിൻസി അത് മനോഹരമാക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഇങ്ങനെ പ്രൗഢഗംഭീരവും ഊഷ്മളവുമായ ഒരു യാത്രയപ്പ് സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ച് ഇതിനായി അക്ഷീണം പ്രയത്നിച്ച്, പറഞ്ഞാൽ സിസ്റ്റർ ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സിസ്റ്റർ ശ്രദ്ധിക്കാതെ, സിസ്റ്ററിൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്. ആ കുന്ന് ഇറങ്ങി അങ്ങോട്ട് കയറി അങ്ങനെ പല പ്രാവശ്യം സിസ്റ്റർ കയറി ഇറങ്ങിയിട്ട് ആ ഒരു വേദന പോലും ആൾ കാണിക്കാതെ എന്നോടുള്ള ആ സ്നേഹനിമിത്തം ഈ പരിപാടി അതിമനോഹരമാക്കാൻ പരിശ്രമിച്ച സിസ്റ്റർ ജിൻസിക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സിസ്റ്ററിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അസിസ്റ്റൻ്റ് HM സിസ്റ്റർ ഡെയ്സി അരിമ്പൂരിനെയും ഈ നിമിഷം ഓർക്കുകയാണ്. സിസ്റ്റർ ഡെയ്സി സിസ്റ്റർ ജിൻസിക്ക് വളരെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ സ്കൂളിൻ്റെ എല്ലാ മേഖലകളിലും സിസ്റ്റർ ഡെയ്സിയുടെ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം അതിമനോഹരമായി നടത്താനായിട്ട് സാധിക്കുന്നു. സിസ്റ്റർ ഡെയ്സിയോടും ഞാൻ ഈ നിമിഷത്തിൽ നന്ദി പറയുന്നു. എല്ലാ അധ്യാപകർ അതുപോലെ PTA, MPTA അംഗങ്ങൾ, ഈ വിദ്യാലയത്തിലെ മറ്റ് സേവനം ചെയ്യുന്ന ഞങ്ങളുടെ മറ്റ് ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ചേച്ചിമാർ, മാതാപിതാക്കൾ, അതുപോലെ കുട്ടികൾ എല്ലാവരെയും എൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ആഘോഷം മോടിയാക്കാനായി വളരെയധികം ത്യാഗം ചെയ്ത് കുഞ്ഞുങ്ങൾ കുറച്ച് നാളുകളായി, ഈ ഒരു സ്കൂൾ തുറന്ന നിമിഷം മുതൽ ഇവർ ഈ പരിപാടികളിൽ പരിശീലനത്തിലാണ്. ടീച്ചേഴ്സും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ജോണി മാഷ് വളരെ മനോഹരമായി നമ്മൾ കണ്ടു. പ്രെയറും വെൽക്കും ഒക്കെ കണ്ടു, അതിമനോഹരമായിട്ട് അവരത് അവതരിപ്പിച്ചു. അപ്പോൾ ജോണി മാഷോടും കുഞ്ഞു മക്കളോടും ഇതിനെ പരിശീലിപ്പിച്ച എല്ലാ അധ്യാപകരോടും ഞാൻ നന്ദി പറയുന്നു. എനിക്കിനി നന്ദി പറയാനുള്ളത് എൻ്റെ കുടുംബാംഗങ്ങളോടാണ്. ഞാൻ വീട്ടിൽ ജീവിച്ചതിനേക്കാൾ 16 വയസ്സ് വരെയാണ് ഞാൻ വീട്ടിൽ ജീവിച്ചിട്ടുള്ളത്. കൂടുതൽ വർഷവും ഞാൻ എൻ്റെ മഠത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ചിലരൊക്കെ ചോദിക്കും, വീട്ടിലേക്ക് പോകുക, അതല്ല പ്രാധാന്യം. എനിക്ക് വീട്ടിൽ പോയാൽ മഠത്തിലേക്ക് വരണം, അതാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും ഞാനിവിടെ
16 വർഷം എന്നെ പോറ്റി വളർത്തിയത് എൻ്റെ കുടുംബാംഗങ്ങളാണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും അപ്പനും. എൻ്റെ അപ്പൻ 1997 മരിച്ചു. അപ്പന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മ ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ പരിപാടി നടത്തില്ല. ശരിക്കും ഞാൻ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കായിട്ട് ഇവിടെ വളരെ വിനയപൂർവ്വം ഇത് സമ്മതിച്ചത്. അല്ലെങ്കിൽ ഞാൻ നടത്തില്ല. അത്രയ്ക്കും എൻ്റെ അമ്മ ഇന്നും, എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സായി. പക്ഷെ ഇന്നും എൻ്റെ അമ്മ ഒത്തിരി ദൂരം നടന്ന് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകും. ഞാൻ വല്ലപ്പോഴും ചെല്ലുമ്പോൾ എനിക്ക് പേടിയാണ്. അമ്മ തനിച്ചാണെങ്കിലും പോയി എവിടെയെങ്കിലുമൊക്കെ വീണായി അതെന്തോ ഒരു പ്രശ്നമുള്ള കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അമ്മ പറയും, നിങ്ങൾ ആരുമല്ല, നീയൊന്നല്ല എന്നെ നോക്കുന്നത്, എൻ്റെ കർത്താവാണ് എന്നെ നോക്കുന്നത്. ഞാൻ വല്ലപ്പോഴും അല്ലേ ചെല്ലുന്നുള്ളൂ. അപ്പം എൻ്റെ അമ്മ എന്നും വിശുദ്ധ കുർബാനയിൽ എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കരുത്ത്, ഒരു ശക്തിയാണ് എനിക്ക് ഇന്നിവിടെ നിൽക്കാനായിട്ട്, ഈ സന്യാസ ജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതിന് ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തളരാറില്ല. കാരണം എൻ്റെ അമ്മ അതിനേക്കാൾ അധികം സഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ചെറുപ്പം മുതലേ മാതാപിതാക്കൾ മരിച്ചുപോയി. അത് കഴിഞ്ഞ് അമ്മ വിവാഹിതയായി ഇവിടെ വന്ന് ഇത്ര നാളും വരെ എൻ്റെ അമ്മ അത്രമാത്രം സഹിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ ഒരു മുഖമാണ് എന്തെങ്കിലും ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് കരുത്ത് പകരുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഈ റിട്ടയർമെൻറ്റ് ആഘോഷിക്കുമ്പോൾ 2 കാര്യമാണ് വിചാരിച്ചിരുന്നത്. എൻ്റെ അമ്മ ജീവിച്ചിരിക്കണം, എൻ്റെ ഈ ഒരു പരിപാടി അമ്മ കാണണം, അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞു പോലും മരിക്കരുത് എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു. ആ 2 കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പരിപാടിക്ക് മുതിരില്ലായിരുന്നു. അതും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഒരു കുഞ്ഞു പോലും ഞാൻ പഠിപ്പിച്ച് ഇത്ര കാലം മരിക്കാനായിട്ട് ഇടവന്നിട്ടില്ല. അത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, മുന്നൊക്കെ പഠിപ്പിച്ചു പോയ കുട്ടികളായാലും എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ പഠിപ്പിച്ചവരിപ്പോൾ വലുതായില്ലോ. അപ്പോൾ അവരെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലും എങ്കിലും അവരേക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ എൻ്റെ സ്വന്തം മക്കളായി കരുതാനും എനിക്ക് കഴിയും. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കുട്ടികളെക്കുറിച്ച് ഓരോ കൊല്ലവും പഠിപ്പിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആരെങ്കിലും കുറവ് പറയുകയാണെങ്കിൽ അതെനിക്ക് വളരെ വേദനയാണ്. അതുകൊണ്ട് അവരുടെ കുറവുകൾ പറയാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കാറില്ല. ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഞാൻ അവരോട് പറയും, ഞാൻ ഇല്ലാത്ത നിമിഷത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ കുറവുകൾ കണ്ടുപിടിക്കും, അതില്ലാതിരിക്കാൻ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കണം എന്നൊക്കെ ഞാൻ അവരോട് പറയും. കാരണം സ്വന്തം അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറഞ്ഞു കേൾക്കാനാണ് ഇഷ്ടം. അതാണ് എൻ്റെ മനസ്സിലും. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു കേൾക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ ഞാൻ നന്നായി ശിക്ഷിക്കും, ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എൻ്റെ ശിക്ഷണമെല്ലാം ഒരു വൈകിട്ട് അവർ പോകുന്നതിന് മുൻപ് അത് ശിക്ഷണമല്ലാതെ വളരെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ അവരെ തിരിച്ചറിയാറ്. കാരണം എൻ്റെ മനസ്സിലുണ്ട് ആ കുട്ടികൾക്ക് അറിവ് നഷ്ടപ്പെടാൻ പാടില്ല, ആ കുട്ടികൾക്ക് അച്ചടക്കം എന്നൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. അതെൻ്റെ മനസ്സിൽ നിർബന്ധമാണ്. പഠിച്ചില്ലെങ്കിലും ഈ കുട്ടികൾ നല്ല അച്ചടക്കമുള്ള, ലോകത്തിന് അറിയപ്പെടുന്ന നല്ല കുട്ടികളായി തീരണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ചീത്ത ഒരു പേര് ഒരു കുട്ടിയെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇടവന്നിട്ടില്ല. ഇനി കേൾക്കുമോ എന്ന് എനിക്ക് അറിയില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ കുടുംബം എന്ന് പറയുന്നത് 5 മക്കളാണ്. ഞാനാണ് നടുവിൽ. എൻ്റെ മൂത്തത് ചേട്ടനും ചേച്ചിയും, താഴെ എൻ്റെ അനുജിത്തിയും അനിയനുമാണ്. ഞാൻ മഠത്തിലേക്ക് പോരുമ്പോൾ എൻ്റെ അനിയൻ 1ലാണ് പഠിച്ചിരുന്നത്. അന്നൊക്കെ എൻ്റെ ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും നോക്കി. ഇന്ന് അവൻ വളർന്ന് ഒരു വിവാഹ ജീവിതമൊക്കെ ആയി, കുഞ്ഞുങ്ങളായി, ഇപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ആൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിയും അതുപോലെ അനുജിത്തിയും അനിയനും ചേട്ടനും എല്ലാവരും എൻ്റെ ഒപ്പം അവർ നിൽക്കാറുണ്ട്. എൻ്റെ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് തിടുക്കമാണ്. അങ്ങനെ ഇത്രയും കാലം എന്നെ ശ്രദ്ധിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത നിങ്ങളോട് ഞാൻ വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികളോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും ക്ഷണം സ്വീകരിച്ച് എൻ്റെ മുൻപ് പഠിപ്പിച്ചിട്ടുള്ള ആങ്ങണ്ടിയൂർ, പെരിഞ്ചേരി, പഴുവിൽ,
അതുപോലെ തന്നെ ഇവിടെ എല്ലാം മുണ്ടൂര് ഇവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഈ രാവിലെ മുതൽ അവരിവിടെ വന്നിരുന്നു, എനിക്ക് ആശംസകൾ നേർന്നിരുന്നു. ഇതിനൊക്കെ ഞാൻ അവരോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ആയിരുന്ന ഇടവകയിലെ വൈദികർ അവർ എൻ്റെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാദർ ജോൺസൺ ചിറ്റലപ്പള്ളി അച്ഛൻ ഇവിടെയുണ്ട്. അച്ഛനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എല്ലാ വൈദികരോടും ഞാൻ പ്രത്യേകം ഈ തരുണത്തിൽ നന്ദി പറയുകയാണ്. എന്നെക്കുറിച്ച് ഇവിടെ പറയപ്പെട്ട എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. നമ്മൾ ഈ ഒരു സമയത്ത് ആരും നമ്മെക്കുറിച്ച് പൊട്ട പറയില്ല. അതായത് നല്ലത് മാത്രമാണ് ഇപ്പോൾ പറയുക. ഈ നല്ലത് കേട്ടതിനെ വെച്ചിട്ടാണ് ഇനിയുള്ളൊരു ജീവിതം ഉയർത്തേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ അലങ്കാരം നടത്തിയിട്ടുള്ള ജിനു, അതുപോലെ തന്നെ ലൈറ്റ് കാര്യമുള്ള ജിൻഡോ, അങ്ങനെ എല്ലാവരും PTA അംഗങ്ങൾ, പിന്നെ പാരൻസ് എല്ലാവരും ഈ ഒരു വാർഷികാഘോഷവും യാത്രാ സമ്മേളനവും മനോഹരമാക്കാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ എൻ്റെ ബാച്ച് എന്ന് പറയുന്ന സിസ്റ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറയാൻ വെച്ചാൽ 3 ബാച്ച് സിസ്റ്റേഴ്സാണ്. ആദ്യം മർത്തയിലെ ഒരു ബാച്ച് സിസ്റ്റർമാർ, പിന്നെ ഞാൻ വന്നപ്പോൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ വിദ്യാഭ്യാസ കൗൺസിലറായ സിസ്റ്റർ ഫിലോജീസ് സിസ്റ്ററിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ടീന മരിയ, ഇവരൊക്കെ എൻ്റെ ബാച്ചാണ്. പിന്നെ ഇപ്പോഴായിരിക്കുന്ന ഞാൻ ഉടുപ്പിട്ട ഒരു ബാച്ചുണ്ട്, അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നിങ്ങളുടെ നിറസാന്നിധ്യം വഴി ഇന്നത്തെ ഈ പരിപാടി അതിമനോഹരമാക്കാൻ നിങ്ങൾ കാണിച്ച നല്ല മനസ്സിനെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.